നല്ല പടമായിരുന്നു. ഒരുപാട് ഇന്റലിജൻസിയാണ് നമ്മളെ കരയിപ്പിച്ചു. ഭയങ്കര ഇമോഷനായി. അതെ അതെ. ലാസ്റ്റ് മൊമെന്റിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമമായി, ഭയങ്കര ഇമോഷനായി. ഇമോഷനും അതുപോലെ എല്ലാം കൂടെ വന്ന് മൊത്തത്തിൽ ഭയങ്കര ഇമോഷനായി, ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. നല്ല പടം, സൂപ്പർ, ഗുഡ്, ഗുഡ്. നല്ല പടം. ഉറപ്പായിട്ടും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ചെറിയ പടമാണെന്നുള്ളൂ, പക്ഷെ ബ്യൂട്ടിഫുള്ളായിട്ട് നന്നായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ക്യാമറ വർക്കാണെങ്കിലും അടിപൊളി. എസ്പെഷ്യലി ഇന്ദ്രൻ സേട്ടനും അതുപോലെ ചേച്ചിയും അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഫീലുണ്ട്. ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. അല്ല, അതാ പറഞ്ഞു, ഉറപ്പായിട്ടും നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന വളരെ ലൈറ്ററായിട്ടുള്ള കോമഡി ആണെങ്കിലും ഇഷ്ടങ്ങളാണെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് സിനിമ. 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. കിടിലൻ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അടിപൊളി. അവസാനത്തെ ഇന്ദ്രൻസിന്റെ പ്രകടനം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്രാവശ്യത്തെ എന്തായാലും അവാർഡ് പുള്ളിക്കായിരിക്കും. അതുപോലെ കിടിലൻ പടം കേട്ടോ. നമ്മളൊരു കവിത കേൾക്കുന്ന പോലെ അതുപോലെ ഒരു ലാഗും ഇല്ല. നല്ലൊരു ഉഗ്രൻ ലവ് സ്റ്റോറി. മസ്റ്റ് വാച്ച് തിയേറ്ററാണ് കേട്ടോ. ഇമോഷണൽ പടം. ഇമോഷണൽ എന്നാൽ അവസാനമാണ് ഇമോഷണൽ, പക്ഷെ എന്നാലും നമുക്കൊന്നും നല്ലൊരു പടം കണ്ട ഒരു എഫക്റ്റ് കേട്ടോ. അടിപൊളി. ഇന്ന് വെച്ച് വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു മൂവി, ഒരു ലാഗും ഇല്ലാതെ കാണാൻ പറ്റിയൊരു കിടിലൻ മൂവി. എന്താ വെച്ചാൽ പ്രകടനം രണ്ടുപേരും, അതുപോലെയും ഇന്ദ്രൻസിൻ്റെ പ്രകടനവും കിടിലൻ, ക്ലൈമാക്സ് അടിപൊളി. ഒന്നും പറയാനില്ല. ഉഗ്രം പടം. ധൈര്യമായിട്ട് കണ്ടു. ഒരു കുഴപ്പമില്ല കേട്ടോ. വൈകാരിക മുഹൂർത്തങ്ങളുള്ള ഒരു ചിത്രം. ഇത് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് കരിയർ പെർഫോമൻസ് തന്നെയാണ്. അവാർഡ് വിന്നിങ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ മധുബാല ചേച്ചി ആയാലും അപർണ ബാലമുരളി ആയാലും എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാത്തുവെച്ചേക്കുന്ന. കരയാതെ നമ്മൾ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങൂല. നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും ഫാമിലിക്ക് ഒപ്പം ഇരുന്ന് കാണാൻ പറ്റിയൊരു നല്ല ചിത്രം. നല്ല മൂവിയാണ്. ഇമോഷണലാണ്, എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ നല്ല മൂവിയാണ്. അവരുടെ ആ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മൂവി നല്ല സൂപ്പർ മൂവിയായിരുന്നു. നമുക്ക് ഒന്ന് നല്ലതായിട്ട് ഇമോഷണലായിട്ട് കരയാനൊക്കെ പറ്റിയ നല്ല ഫീലിംഗ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിറയിച്ചു. നല്ലായിരുന്നു. ഇമോഷണലായിരുന്നു. കുഴപ്പമില്ല. പടം അത്യാവശ്യം ആവറേജ് നല്ല പടമായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഇമോഷണലായിരുന്നു. നല്ല കുഴപ്പമില്ലായിരുന്നു. നല്ല ആവറേജ് നല്ല പടമായിരുന്നു. നല്ലൊരു ഇമോഷണലായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല. ചെറിയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. വാരണാസി പോയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. നന്നായിരുന്നു. വാരണാസിയായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ സിനിമയൊക്കെ മലയാള സിനിമ കാണാത്തൊരു വാരണാസിനെ ഇതിന് കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. വാരണാസി ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ നമുക്ക് ആ സ്ഥലത്തൊക്കെ ഒന്ന് പോകാനൊക്കെ തോന്നും. ക്ലൈമാക്സ് സീനുകളിലൊക്കെ ആ പ്രേക്ഷകരുടെ കണ്ണ് നിറയിക്കുന്ന ഒരു സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ണ് നിറഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു രസമുള്ളൊരു മൂവിയാണ്. ഒരു എല്ലാം കൊണ്ടും കൊള്ളാം. ഒരു ഫീൽ ഗുഡ് മൂവി. നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സാറിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ലല്ലോ. പിന്നെ പുള്ളിക്ക് കിട്ടിയേക്കുന്ന ക്യാരക്ടർ നല്ല രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു മുഴുനീള പടത്തിലൊരു മൂട്ട് പിടിച്ചങ്ങ് പോയിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് അടിപൊളി. വാരണാസി മാത്രമല്ല, അതിൻ്റെ മ്യൂസിക് എല്ലാം അത് കൊണ്ടേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. നന്നായിട്ടുണ്ട്. ഓരോ ഫ്രെയിമും അങ്ങനെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോട്ടോ ഫ്രെയിമായി മാറും. അതേപോലെ എൻ്റെ ക്യാമറ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും കൊള്ളാം. ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ ഇത് എങ്ങോട്ടാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമുക്ക് എല്ലാവരും ഹാപ്പിയായി. താങ്ക് യു.